വാസുദേവായ ഓം നമോ നാരായണായ ഓം ശ്രീകൃഷ്ണായ നമ. ശ്രീ ഗുരുവായൂരപ്പ. ശ്രീമദ് ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം 7-ാം അധ്യായം അതിൽ 5-ാമത്തെ ശ്ലോകം തൊട്ട് പറയണു. ഭാഗം 2 കഥ എന്ന പേരിൽ. ഓം യയാ സമ്മോഹിതോ ജീവ ആത്മാനം ത്രിഗുണാത്മകം പരോപി മനുതേനർത്ഥം തത്കൃതം ചാഭിപദ്യതേ. ജീവചൈതന്യം. ഈ ജീവൻ പരഹ അഭി പരമാത്മാവിൻ്റെ അംശമായതുകൊണ്ട് പരം ആണ് എങ്കിലും ജീവൻ ഈശ്വരാംശം തന്നെയാണ്. പക്ഷേ മായ കൊണ്ട് മറയ്ക്കപ്പെട്ടു. അതാണ് അഭി. എങ്കിലും ജീവൻ പരമാത്മാവിൻ്റെ അംശമാണ് എങ്കിലും യാതൊന്നിനാൽ സമ്മോഹിത മോഹിപ്പിക്കപ്പെട്ടു. എന്തുകൊണ്ടാണ് മോഹിപ്പിക്കപ്പെട്ടത്? ദേഹം ഞാനാണ് എന്ന് തോന്നുക. ജീവനാണ് ഞാൻ എന്നാ തോന്നേണ്ടത്, അത് തോന്നണില്ല. അപ്പോൾ ഞാൻ എന്ന ഭാവം പോലും രണ്ടാമത്തെ. അപ്പോൾ ഇത് ദേഹബോധത്തോട് കൂടിയിട്ടിരിക്കുകൊണ്ട് ഞാൻ ദേഹമാണ് എന്ന തോന്നൽ അത് മായയാണ്. അപ്പോൾ ആത്മാനം, ഈ സമ്മോഹിക്കപ്പെട്ടതായിട്ടുള്ള ഈ ജീവൻ, ആത്മാനം ഈ ജീവനെ, പരമാത്മാവിൻ്റെ അംശമായിട്ടുള്ള ജീവാത്മാവിനെ ത്രിഗുണാത്മകം സത്വരജസ്തമോ ഗുണങ്ങളോട് കൂടിയിട്ട് നാനാത്വഭാവത്തിൽ മനുതേ ഇങ്ങനെ അറിയുന്നു, വിചാരിക്കുന്നു, സ്വയം മനസ്സിലാക്കുന്നു. തത്കൃതം. ഇപ്പോൾ മനുഷ്യൻ ആവാനുള്ള കാരണം തന്നെ ഇതാണ്. മനുതേ, ഞാൻ ഇങ്ങനെയാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ മനു, സ്വയംഭുവ മനു, ആദ്യത്തെ മനു, അത് ദേഹബോധത്തോടു കൂടിയിട്ടാണ് ബ്രഹ്മാവ് സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് ഔരസപുത്രന്മാർ വഴി ഇനി വംശം വർദ്ധിക്കട്ടെ എന്ന് ഈ സ്വയംഭുവമനും ശതരൂപയുമായിട്ട് 100 രൂപം കൊടുക്കാൻ കഴിയട്ടെ, അതാണ് ശതരൂപ. അപ്പം അങ്ങനെയുള്ള മനുഷ്യഭാവത്തിൽ ഈ മനുതേ എന്ന ഭാവം വിചാരം ചെയ്യുക. എന്താ വിചാരം ചെയ്യുന്നത്? ഞാൻ ദേഹമാണ്, തനൂയത, അതാണ്. അപ്പം അങ്ങനെയുള്ള ഈ അർത്ഥത്തിൽ തൽകൃതം, ആ ദേഹം, ദേഹത്തോട് ഉൾപ്പെട്ടതായിട്ടുള്ള ഇന്ദ്രിയം, ഇന്ദ്രിയത്തിനെ നിയന്ത്രിക്കുന്നതായിട്ടുള്ള മനസ്സ്, ഇതോടുകൂടി ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ മനസ്സ വചസ കർമ്മണ, അത് ചെയ്യുന്നത് അനർത്ഥം ച, അനർത്ഥത്തെയും അഭിപദ്യതയെ പ്രാപിക്കുന്നു. അപ്പം അതുകൊണ്ട് എന്താ ഉണ്ടാവുക? സ്വതേ വേണ്ടത് അർത്ഥമാണ്. എന്താ അർത്ഥം? മുക്തിയാകുന്ന അർത്ഥം, പ്രപഞ്ചത്തിൽ നിന്നും മോചനം കിട്ടുക, അതാ വേണ്ടത്. അത് പറ്റുന്നില്ല. മറിച്ച് എന്താ ചെയ്യണത്? അനർത്ഥം കിട്ടുന്നുണ്ട് ധാരാളം, പക്ഷെ അതൊക്കെ അർത്ഥം അനർത്ഥമാണ്. പക്ഷെ നമുക്ക് വിപരീതമാണെന്ന്. അർത്ഥം കിട്ടിയാൽ നമുക്ക് വിപരീതമാണ്, അതാണ് കുഴപ്പം. എന്നാ അർത്ഥങ്ങൾ വേണ്ടേ? വായു വേണ്ടേ, വെള്ളം വേണ്ടേ, ശരീരം നിലനിൽക്കാൻ ഇതൊക്കെ വേണം. ആഹാരം തൊട്ടുള്ള സകലതും വേണം. കിടന്നുറങ്ങാനുള്ള സ്ഥലം വേണം. ആഹാര, നിഹാര, നിദ്ര, വിഹാരാദികൾക്കൊക്കെ അതിൻ്റേതായുള്ള എല്ലാ സൗകര്യങ്ങളും വേണം. അതില്ലെങ്കിൽ നമ്മളൊക്കെ അസ്വസ്ഥരാണ്. ഇനി അതില്ലാണ്ട് പറ്റില്ല. പക്ഷെ എങ്കിലും അർത്ഥം അനർത്ഥമാണ്. അതിൻ്റെ കാരണം ഇതാണ്, ഞാൻ ദേഹമാണ് എന്ന ബോധത്തോടു കൂടി ജീവിക്കുന്ന ഒരു മായ ബാധിച്ച ഭാവമാണ് ഈ പരമാത്മാവിൻ്റെ അംശമായിട്ടുള്ള ജീവാത്മാവിന്. യയാ സമ്മോഹിത ജീവ ആത്മാനം ത്രിഗുണാത്മകം പരഹ അഭി മനുതേനർത്ഥം മരുതേ അനർത്ഥം തൽകൃതം ച അഭിപദ്യതേ. യയാ സമ്മോഹിത, എന്തുകൊണ്ടാണോ ഇങ്ങനെ മോഹിക്കപ്പെട്ടത്? മായയാൽ മോഹിക്കപ്പെട്ടു. മനുഷ്യൻ്റെ ശരീരം, വിശേഷ ബുദ്ധി, അതേപോലെ ജ്ഞാനം നേടി അത് പ്രയോഗിക്കാനുള്ള കഴിവ് പലതും ഉണ്ട് നമുക്ക്. അത് ഉണ്ടായിട്ടും നമ്മൾ ദേഹമാണ് എന്ന മോഹത്തിൽ പെട്ടു. അതാണ് മോഹം എന്നുള്ള അർത്ഥം തന്നെ അതാണ്. ഞാൻ ദേഹം ആണ് എന്ന് തെറ്റിദ്ധരിക്കുന്നതാണ് മോഹം. അപ്പോൾ യയാ സമ്മോഹിത, ഇങ്ങനെ മോഹിക്കപ്പെട്ടതായിട്ടുള്ള ജീവ ആത്മാനം, ഈ ജീവൻ, ഈ പരമാത്മാവിൻ്റെ അംശമായിട്ടുള്ള ജീവാത്മാവ്, ആത്മാവിനെ ത്രിഗുണാത്മകം, ഇത് സത്വരജസ്തമോ ഗുണങ്ങളോട് കൂടിച്ചേർന്നതായതുകൊണ്ട് നാനാത്വത്തെ സ്വയമേവ കൽപ്പിക്കുന്നു. പരഹ അഭി, പര അംശമാണ് എങ്കിലും, പരബ്രഹ്മത്തിൻ്റെ അംശമാണ് എങ്കിലും, മനുതേ, അതിതാണ് ഇങ്ങനെയാണ് വിചാരിക്കുന്നത്. എങ്ങനെയാണ് വിചാരിക്കുന്നത്? ഈ ദേഹമാണ് ഞാൻ എന്ന് വിചാരിക്കുന്നു. അത് എന്താണ്? അനർത്ഥം. അത് തന്നെ അനർത്ഥമാണ്. അപ്പോൾ പിന്നെ ആ മനുഷ്യൻ സ്വീകരിക്കുന്നത് കാര്യങ്ങളൊക്കെ അനർത്ഥമായിട്ടേ വരുള്ളൂ. അതുകൊണ്ട് തൽകൃതം, അപ്പോൾ ആ ശരീരത്തെ കൊണ്ട് ചെയ്യുന്നത് മുഴുവൻ അനർത്ഥമാണ്.
ച അഭിപദ്യതേ. ഇങ്ങനെ അതിൻ്റെ അനർത്ഥത്തിലേ പ്രാപിക്കുന്നു. കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഫലമുണ്ട്. ആ ഫലത്തെ സ്വീകരിക്കുന്നതാണ് അവിടേക്ക് എത്തൽ. അപ്പോൾ മനസ്സും ശരീരവും ഈ കർമ്മഫലത്തിനെ ആശ്രയിക്കുന്നു. മനസ്സും ശരീരവും കർമ്മഫലത്തെ വേണ്ട എന്ന വൈരാഗ്യബുദ്ധിയോട് കൂടിയിട്ട് എപ്പോഴാണോ വിചാരിക്കുന്നത് അപ്പോൾ ആത്മബോധത്തിലെത്തി. ജീവാത്മാ പരമാത്മാ ഐക്യം നമുക്ക് അറിയാൻ സാധിക്കും. ദേഹം വേറെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം നമുക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ പ്രയോഗിക്കാൻ പറ്റില്ല. മനസ്സിലാവണേ ഉള്ളൂ, അനുഭവിക്കാൻ പറ്റില്ല. ഇപ്പം അനുഭവിക്കുന്നത് ദേഹമാണ്. ദേഹം മനസ്സോട് കൂടി നിന്നിട്ടാണ് അനുഭവിക്കുന്നത്. മനസ്സ് ജീവനോട് കൂടി നിന്നിട്ട് അനുഭവിക്കുമ്പോൾ മുക്തിഭാവമാണ്. അപ്പോൾ ദേഹത്തിന് എന്ത് സംഭവിച്ചാലും അത് അറിയില്ല. അപ്പോൾ ജീവൻ മുക്താവസ്ഥയാണ്. ഇപ്പം നമ്മൾ ജീവൻ മുക്താവസ്ഥയിലല്ല, മുക്താവസ്ഥയിലല്ല, ജീവൻ മുക്താവസ്ഥയിലല്ല. ഇപ്പം നമ്മൾ ദേഹബോധത്തിലാണ്. അതാണ് മോഹം. യയാ സമ്മോഹിതോ ജീവ ആത്മാനം ത്രിഗുണാത്മകം പരോപി മനുതേനർത്ഥം തൽകൃതം ചാഭിപദ്യതേ. പിന്നെയോ അനർത്ഥോപശമം സാക്ഷാൽ ഭക്തിയോഗമഥോക്ഷജേ ലോകസ്യ ജാനതോ വിദ്വാൻ ചക്രേ സാത്വത സംഹിതാം. വിദ്വാൻ എന്നുള്ളതിൻ്റെ ഭാവം തന്നെ അറിയാം. വിദ്യയെ നേടിയവൻ, അപ്പോൾ അറിവുള്ളവൻ, ജ്ഞാനി, സൂരി എന്നൊക്കെ പറഞ്ഞാൽ പണ്ഡിതൻ എന്നൊക്കെയാണ് അർത്ഥം. അജാനത, ഇങ്ങനെ അറിവുള്ളവൻ അറിവില്ലാത്ത, ലോകസ്യ ഈ ലോകത്തിൻ്റെ, അറിവല്ലാത്ത എന്നും അറിവില്ലാത്ത എന്നും രണ്ട് ഭാവമുണ്ട്. ഒന്ന്, ലോകം ഒരു അജ്ഞതാഭാവമാണ്, കാരണം മിഥ്യയാണ്. അതുകൊണ്ട് ആ ലോകത്തെ അറിയുന്ന ഭാവവും മിഥ്യ തന്നെയാണ്. അപ്പോൾ അജാനതാഭാവം വരിക, നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല എന്ന ഭാവം. ഇനിയോ ഈ ലോകത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും അറിയാത്തതായിട്ടുള്ള, അറിഞ്ഞു എന്ന് നടിക്കുന്ന ഈ ജീവൻ അല്ലെങ്കിൽ ഈ വ്യക്തി അനർത്ഥോപശമം, അനർത്ഥത്തെ ഉപശമിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ അനർത്ഥങ്ങൾ എന്തൊക്കെയാണുള്ളത്? ദേഹം തന്നെ അനർത്ഥമാണ്. ദേഹം സ്വീകരിക്കുന്നതൊക്കെ അനർത്ഥമാണ്. ദേഹം പ്രവർത്തിക്കുന്നതും അതിൻ്റെ തദ്ഫലങ്ങളും അതൊക്കെ അനർത്ഥമാണ്. അപ്പോൾ അധോക്ഷജേ, ഇതെല്ലാം ഭഗവാനാകുന്ന ഈശ്വരനിൽ സാക്ഷാൽ ഭക്തിയോഗം, ഭക്തിയോഗത്തോട് കൂടിയിട്ടാണ് ചേർക്കുന്നത് എങ്കിൽ, ചെയ്യുന്നത് എങ്കിൽ, സ്വീകരിക്കുന്നത് എങ്കിൽ, കൊടുക്കുന്നത് എങ്കിൽ, അതാണ് ഭക്തിയോഗത്തോട് കൂടിയിട്ട് ഈ പ്രവർത്തനങ്ങളെ, ഈ മിഥ്യം തന്നെ, ഇത് മിഥ്യ തന്നെയാണ്, അല്ലാന്ന് പറയണില്ല. പക്ഷെ എങ്കിലും അത് അനർത്ഥമാവാതിരിക്കാനുള്ള സൂത്രം, ഇത് മിഥ്യയാണെന്ന് അറിഞ്ഞുകൊണ്ട് ഭക്തിയോഗത്തോട് കൂടിയിട്ട് ചേർത്ത് അതിനെ കർമ്മയോഗമായി ചെയ്ത്, ജ്ഞാനത്തോടു കൂടിയിട്ട് ജ്ഞാനയോഗമായി ചെയ്ത് വൈരാഗ്യത്തിലേക്ക് എത്തണം. അങ്ങനെ സാത്വത സംഹിത, അങ്ങനെ ചെയ്തവരാണ് ഈ പരമഹംസന്മാരായിട്ടുള്ള പലരും. അവരവരുടേതായിട്ടുള്ള അറിവുകളെ, സംഹിതകളെ കൂട്ടിച്ചേർത്ത് സാത്വികമായിട്ടുള്ള ഓരോന്നും, അത് മുഴുവൻ, അത് ചെയ്യുന്നതായാലും ശരി, ഫലങ്ങളായാലും ശരി, അതുപോലെ അനുഭവങ്ങളായാലും ശരി, അതൊക്കെ ഇതിൽ കൂട്ടിച്ചേർത്തു. ഇതിൽ ഈ ഗ്രന്ഥത്തിൽ ഭാഗവതത്തെ ചക്രേ ഉണ്ടാക്കി. ഓരോരുത്തരുടെയും എന്തൊക്കെയാണോ അനുഭവങ്ങൾ വെച്ചാൽ അതെല്ലാം അവർ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ശമ്യാപ്രാസത്തിലും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ വ്യാസന് കിട്ടിയതായിട്ടുള്ള മുഴുവൻ അറിവുകളെയും കോർത്തിണക്കി ഒരു മാല, ആ അനുഭവങ്ങളെ മാലയാക്കിയപ്പോൾ അത് സാത്വത സംഹിത, പരമഹംസന്മാരുടെ പരമഹംസന്മാരാൽ കൊടുത്തതായിട്ടുള്ള ഓരോ കഥകളും അത് കൂട്ടിച്ചേർക്കപ്പെട്ടപ്പോൾ പാരമഹംസ്യാം സംഹിതായാം എന്ന ഭാവത്തിൽ വ്യാസന് ഇങ്ങനെ ഒരു ഗ്രന്ഥത്തെ രചിക്കാൻ സാധിച്ചു. അപ്പോൾ വ്യാസനാണോ ഗ്രന്ഥം രചിച്ചത്? അല്ല, ഓരോരോ പരമഹംസന്മാരാണ്. അവർ രചിച്ചത്, അവരനുഭവിച്ചത്, അവരെഴുതുകയും പിടിക്കൊന്നും ഉണ്ടായില്ല. പക്ഷേ വ്യാസൻ അത് ഇപ്രകാരത്തിൽ കൂട്ടിച്ചേർത്തു. അപ്പോൾ ഒരു രചന നടന്നു. വ്യാസനല്ല രചിച്ചത്, അതുകൊണ്ടാണത് സമാധി ഭാഷയായത്. പരമഹംസന്മാർ ഈശ്വരഭാവത്തിലാണ്. അപ്പോൾ ഭക്തൻ എന്ന നിലയ്ക്കാ വരിക. ഭഗവാനും ഭക്തനും ആ അനുഭവത്തെ, ഈ വ്യാസൻ അത് ആ അനുഭവം ഇങ്ങനെയാണ് ഉണ്ടായത് എന്ന് ഓരോരുത്തരുടെയും ഓരോ മുത്തായിട്ട് ചേർത്തു. അത് ഈ ഈശ്വരനാകുന്ന മാല, ഈശ്വരനാകുന്ന നൂല്, ആ നൂലിൽ കോർത്തു വിട്ടു. ഓരോ ഭക്തന്മാരുടെ അനുഭവങ്ങൾ ഈശ്വരനാകുന്ന ഈ നൂലിൽ, അത് കാണില്ല, അദൃശ്യമാണ്. ആ നൂല് ഉള്ളിലുണ്ട്.
ആ നൂലിൽ ഈ മണിയാണ് കോർത്തു. അങ്ങനെ ഓരോരോ ഭക്തന്മാരുടെയും ആ അനുഭവങ്ങളെ മുഴുവൻ അവർ ചെയ്ത പ്രവൃത്തികൾ ഭഗവാൻ സ്വീകരിച്ചത് ഭഗവാൻ തിരിച്ച് വരമായിട്ട് കൊടുത്തത് ഇത് അങ്ങോട്ട് കോർത്തിട്ടു. അപ്പോൾ അനവധി ആയി 335 അധ്യായങ്ങളിലായിട്ട് 18,000 ഗ്രന്ഥം, അല്ലെങ്കിൽ 15,000 തൊട്ട് താഴെയുള്ള ശ്ലോകങ്ങൾ, 14,500 മീതെ അത്രയും ശ്ലോകങ്ങളെ കൊണ്ട് ഈ ഭാഗവതം എന്നുള്ള ആ ഗ്രന്ഥം പരമഹംസന്മാരുടെ അനുഭവത്തെ ചേർത്തതായിട്ടുള്ള ഒരു സമാധി. അതാണ് അതിൻ്റെ ഭാഷ. സമാധിയാണ്, തുല്യമായിട്ടുള്ള അവസ്ഥയാണ്, താതാത്മ്യം എന്നുള്ള ഭാഷയാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്തു. സാത്വത സംഹിതാം ചക്രേ ചെയ്തു, കൂട്ടിച്ചേർത്തു, ഉണ്ടാക്കി, ഒരു മാല കോർത്തു. അനർത്ഥ ഉപശമം. അപ്പം ഈ മിഥ്യയാകുന്ന ഈ ജഗത്തിൻ്റെ ദേഹത്തിൻ്റെ ഈ ബോധത്തിൽ നിന്നൊക്കെ ഭാവഹാവാദികളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ഉപശമം ചെയ്യാൻ വേണ്ടിയിട്ട് അനർത്ഥത്തിൻ്റെ ഈ ഉപശമത്തെ ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് സാക്ഷാത് ഭക്തിയോഗം, സാക്ഷാത്ത് ആയിരിക്കുന്ന എന്താ സാക്ഷാത്ത്? ഈ ഈശ്വരഭാവമാണ്. ഭക്തന്മാരുടെ അനുഭവം ഈശ്വരഭാവമാണ്. അപ്പോൾ ആ സാക്ഷാത് ഈ അവരുടെ മുമ്പിൽ കണ്ടതായിട്ടുള്ള ഭഗവാനെയും ഭഗവത് അനുഗ്രഹവും വരവും അത് ഭക്തിയോഗത്തോട് കൂടിയിട്ട് അധോക്ഷജനാകുന്ന ഈ നൂല്, ആ നൂലുണ്ടല്ലോ, അത് അധോക്ഷജനിൽ അങ്ങോട്ട് ലോകസ്യ അജാനതഃ അപി, ലോകത്തിനെ മുഴുവൻ ഒന്നും അറിയാത്ത ഭാവത്തില്, ലോകത്തിന് ഒന്നും അറിയില്ല, ലോകത്തെ ആർക്കും അറിയില്ല, പക്ഷേ ലോകത്തെ ഭഗവാൻ അറിയാം. ലോകത്തിലെ ഈ ജീവജാലങ്ങളെ, മനുഷ്യഭാവത്തെ, ഈശ്വരഭാവത്തെ, ദേവഭാവത്തെ, പ്രകൃതിഭാവത്തെ, സസ്യജാലങ്ങൾ, ജലാശയം തൊട്ടുള്ള കാര്യങ്ങൾ, പർവ്വതം തൊട്ടുള്ള, അങ്ങനെ പലതും അന്തരീക്ഷത്തിലെ ഈ ജ്യോതിർഗോളങ്ങൾ, നക്ഷത്രായാലും ശരി രാശിയായാലും ശരി ഒക്കെ, ഗ്രഹ നക്ഷത്ര രാശിയാദികൾ, അതൊക്കെ ഇതിൽപ്പെട്ടതാ. എല്ലാം കൂടി ചേർക്കപ്പെട്ടു. അജാനതമാണ് എങ്കിലും അത്, ഈ ലോകം എന്നുള്ളത് മിഥ്യയാണ് എങ്കിലും അത് അധോക്ഷജേ ആയിക്കഴിഞ്ഞപ്പോൾ, ആ ഭഗവാനിൽ ആയിക്കഴിഞ്ഞപ്പോൾ ഈ വിദ്വാൻമാര് ഇപ്രകാരത്തിൽ അതിനെ അനുഭവിച്ചതിനെ പുറമേക്ക് പറഞ്ഞത് ശമ്യാപ്രാസത്തിൽ വെച്ച്, അല്ലെങ്കിൽ അവിടെ പറഞ്ഞത് അതൊക്കെ ഈ വ്യാസന് അറിയാം. ആ വ്യാസൻ അതിനെയൊക്കെ ചക്രേ ചെയ്തു. എന്താ ചെയ്തത്? കൂട്ടിച്ചേർക്കുക. അധോക്ഷജനിൽ, ആ നൂലാകുന്ന അതിൽ ഈ മുത്തുകളെ മുഴുവൻ അങ്ങോട്ട് കോർത്തു. അതെങ്ങനെ? സാത്വത സംഹിതാം. കാരണം ഇവർ സാത്വികരാണ്, അതുകൊണ്ട് ആ പ്രവൃത്തി മുഴുവൻ സാത്വികമാണ്. ആ സാത്വതമായിട്ടുള്ള ഈ ഓരോന്നിനെയും, ഈ സംഹിതകളെ മുഴുവൻ കൂട്ടിച്ചേർക്കുക എന്ന ആ ഒരു ഭാവത്തിൽ എത്തിച്ചു. അപ്പോൾ ബന്ധം എങ്ങനെയാണ് നമുക്ക് വിഷമം ഉണ്ടാക്കുക? ബന്ധം എങ്ങനെയാണ് നമുക്ക് സുഖത്തെ ഉണ്ടാക്കുക? സത്സംഗമാണെങ്കിൽ സുഖമായി, ദുസ്സംഗമാണെങ്കിൽ വിഷമായി. അത്രയേ ഉള്ളൂ. എല്ലാവരും സാത്വിക ഭാവത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ അവർ തമ്മിലുള്ള സംഘം ഭക്തസംഘമായിട്ട് സാത്വികമായിട്ട് മാറും. അത് സുഖത്തെ പ്രദാനം ചെയ്യും. ഒരാൾ ചീത്തയും മറ്റാൾ നല്ലവനുമാണെങ്കിൽ ഏതിനാണോ ആധിക്യം അതിനനുസരിച്ച് അതിൻ്റെ ഈ പ്രതിഫലനങ്ങളും കൂടും. എങ്കിലും മിഥ്യയാകുന്ന ഈ ലോകത്തിൽ ചീത്ത കുറച്ചും നല്ലത് കൂടുതലുമാണെങ്കിലും ചീത്തയെ കൂടുതൽ ആൾക്കാർ മനസ്സിലാക്കും, നല്ലതിനെ കുറച്ചേ മനസ്സിലാക്കുള്ളൂ. നല്ലതിനെ മനസ്സിലാക്കൽ കുറവാ. നല്ലത് കുറച്ചും ചീത്ത കൂടുതലുമാണെങ്കിലോ ഒട്ടും മാർഗമില്ല. കലികാലത്തിലെ പ്രശ്നമാണ്. അപ്പോൾ ഈ സാത്വത ഭാവത്തെ മുഴുവൻ കൂട്ടിച്ചേർത്ത് മാലയാക്കിയിട്ട് ഭാഗവത ഗ്രന്ഥമാക്കിയിട്ട് ഇവിടെ ഉണ്ട്. എന്നിട്ടും അതിനെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. എന്താ കാരണം? നമ്മൾ ഭാഗവതന്മാർ പോലും അതിലെ മുഴുവൻ എടുക്കാൻ സാധിക്കുന്നില്ല. വേണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റണില്ല. കാരണങ്ങൾ പലതാണ്. എന്തെന്നുള്ളത് വിഷയമല്ല, പല കാരണങ്ങളുണ്ട്. നമുക്ക് സമയമില്ല എന്ന് നമ്മൾ പറയും, ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്ന് മനസ്സിനെ കുറ്റം പറയും, എൻ്റെ വീട്ടുകാരങ്ങനെയാണ്, നാട്ടുകാരങ്ങനെയാണ്, എനിക്ക് വിദ്യയില്ല, പലതും, എൻ്റെ ശരീരം സ്വസ്ഥമല്ല, എനിക്ക് ഉത്തരവാദിത്തങ്ങൾ പലതും ഉണ്ട്, കാരണങ്ങൾ പലതാ. പക്ഷേ അത് യോഗമുണ്ടെങ്കിൽ ഈ കാരണങ്ങൾ തടസ്സമല്ലാത്ത രീതിയിൽ നമുക്കതിനെ എടുക്കാൻ സാധിക്കും. മിഥ്യയാണ്. ആ മിഥ്യയിൽ ഈ വിദ്വാൻ എന്ന ഭാവം
അറിയുക എന്ന ഭാവത്തിൽ എത്തണമെങ്കിൽ എന്താണോ പ്രാരബ്ധമായിട്ടുള്ളത് അതിനെ ഞാൻ അനുഭവിക്കുകയും വേണം. അതിനെ മറികടക്കാൻ വേണ്ടിയുള്ള ഒരു മാനസികമായ തയ്യാറെടുപ്പ് വേണം. ഉറച്ചതായിട്ടുള്ള ദൃഢവിശ്വാസം വേണം, ദൃഢനിശ്ചയം വേണം. അങ്ങനെ ശരീരത്തിനെ കൂടി അതിലേക്ക് ഉൾപ്പെടുത്തണം. ശരീരബോധം പോലും മറക്കാൻ എന്നെ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ടുള്ള മനസ്സും ഇന്ദ്രിയങ്ങളും അത് ചെയ്യുന്നതായിട്ടുള്ള പ്രവൃത്തികളും ആ ഒരു ഭാവത്തിലേക്ക് എന്നെ എത്തിക്കണേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് വേണം. എന്നാൽ ഇതൊക്കെ നടക്കും. അതാണ് അദൃശ്യമായിട്ടുള്ള ആ നൂല്. ആ നൂലിനെ ആശ്രയിക്കണം. ആ നൂലിനെ ആശ്രയിച്ചില്ലെങ്കിൽ ഓരോ മണികളും നഷ്ടപ്പെട്ടു പോകും. നൂലിന് ബലമുണ്ട്, പക്ഷെ ആ നൂലിൽ കോർത്തത് ആ നൂലിന് അതിൻ്റെതായ ചില പുഷ്ടിപ്പെടുത്തൽ കാര്യങ്ങളൊക്കെ വേണം. നല്ല നൂലാവണം. അതിൽ ഒരു ചളിയും ഉണ്ടാവാൻ പാടില്ല, ബലക്ഷയം ഉണ്ടാവാൻ പാടില്ല. ചളി ഇരുന്ന് കഴിഞ്ഞാൽ ബലക്ഷയം വരും. അപ്പോൾ അതിനെ എപ്പോഴും പുഷ്ടിപ്പെടുത്തിക്കൊണ്ടിരിക്കണം. മാലാമണി നമ്മൾ മന്ത്രം ചെല്ലുമ്പോൾ, നാമം ചെല്ലുമ്പോൾ ഈ മണികളെ ഇങ്ങനെ കുറേശ്ശെ നീക്കാൻ പറ്റുന്ന രീതിയിൽ ചെറിയ ഒരു ഗ്യാപ്പ് വേണം. ചെറിയ ഗ്യാപ്പേ വേണ്ടു. പക്ഷേ ആ ഗ്യാപ്പ് എങ്ങനെ വേണം? ഇത് സ്ഥിരമായിട്ട് നീക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതിലുള്ളിൽ ലെവലേശം ചളി ഉണ്ടാവില്ല. ഈ നാമജപം കൊണ്ട് അത് പുഷ്ടിപ്പെടും. അതൊരു അദൃശ്യ നൂലാണ്. ആ നൂല് കാണുമൊന്നുമില്ല. നമ്മളൊരു മാലാന്ന് സങ്കല്പിക്കുമ്പോൾ നൂലുണ്ട്. ആ മാലയ്ക്ക് അദൃശ്യമായിട്ടുള്ള ഒരു ഭാവമാണ് ഈ അധോക്ഷജ ഭാവം, ഈശ്വരഭാവം. അപ്പോൾ അതിൽ നമ്മൾ പുഷ്ടിപ്പെടുത്തുമ്പോൾ നൂലിങ്ങനെ കനം കൂടി വരും, നൂലിൻ്റെ ബലം കൂടി വരും. ആ ബലത്തെ നമ്മൾ കൂട്ടണം. അപ്പോൾ നമുക്കിത് അനർത്ഥമല്ലാണ്ട് വരും. അനർത്ഥോപശമം, അനർത്ഥത്തെ ഇല്ലാണ്ടാക്കുവാൻ വേണ്ടിയിട്ടാണ്, ശമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സാക്ഷാത് ഭക്തിയോഗം. ഈ സാക്ഷാത്തായിട്ടുള്ള അധോക്ഷജനിൽ ഭക്തിയോഗം. അപ്പോൾ ഭഗവാനിൽ ഈ ഭക്തിയോഗത്തെ ചേർത്തുകൊണ്ട് ഭഗവാന്റേതായിട്ടുള്ള ഈ എന്നിലിരിക്കുന്നതായിട്ടുള്ള എന്നിലിരിക്കുന്ന ജീവന്റെ ഒപ്പം ഇരിക്കുന്ന ചിത്തസ്ഥനായിട്ടുള്ള ഭഗവാന്റെ അന്തര്യാമിയായിട്ടുള്ള സാക്ഷിയുടെ ഈശ്വരന്റെ ആ പ്രഭാവത്തെ പുഷ്ടിപ്പെടുത്തുകയാണ് നാം നാമജപിക്കുമ്പോൾ, ഭാഗവതം വായിക്കുമ്പോൾ, സത്സംഗം ചെയ്യുമ്പോൾ, സൽപ്രവർത്തികൾ ചെയ്യുമ്പോൾ, ദാനാദികൾ ചെയ്യുമ്പോൾ, ഉപവാസവ്രത പൂജാദി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ അതിങ്ങനെ കൂട്ടിക്കൂട്ടി വരും. അങ്ങനെ വരുമ്പോൾ ഈ ലോകസ്യ അജാനതാഭാവം, ലോകത്തിൻ്റെ ഒന്നും നമുക്കറിയില്ല, ലോകത്തിന് നമ്മെ അറിയൂട്ടോ. അപ്പോൾ നമുക്ക് ലോകത്തിനെ അറിയില്ല, ലോകത്തിലുള്ളത് നമ്മളെ എങ്ങനെയാണ് ബാധിക്കുന്നത് നമുക്കറിയില്ല. നമ്മൾ സത്യം പറഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കണം എന്താ നമുക്ക് നിശ്ചയില്ല. അത് ഭഗവാൻ തന്നെ വേണം തീരുമാനിക്കാൻ, നന്നായിട്ട് തീരാൻ വേണ്ടിയിട്ടേ. അങ്ങനെയുള്ള ആ ലോകത്തിനെ ഈ വിദ്വാനാണേ, പക്ഷേ അജാനത ആ ഭാവമുണ്ട്. അതിനെന്താ ചെയ്യുക? വിദ്വാൻ ചക്രേ. അപ്പോൾ ഈ അറിവുള്ള ഈ വേദവ്യാസൻ എന്തു ചെയ്തു? അത് സാത്വത സംഹിതാം ചക്രേ, ഈ സാത്വത സംഹിതകളെ മുഴുവൻ കൂട്ടിച്ചേർത്തു. അനർത്ഥോപശമം സാക്ഷാൽ ഭക്തിയോഗം അധോക്ഷജേ ലോകസ്യാജാനതോ വിദ്വാൻ ചക്രേ സാത്വത സംഹിതാം. അപ്പോൾ അറിവുള്ളതായിട്ടുള്ള ഒരാള് അറിവില്ലാത്തതായിട്ടുള്ള ഈ ലോകത്തിനെ അറിയാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ആ ലോകത്തിൻ്റെ അനർത്ഥത്തെ മുഴുവൻ ശമിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഭഗവാനിൽ സാക്ഷാൽ ഭക്തിയോഗം, സാക്ഷാത്തായിട്ടുള്ള ഭഗവാനിൽ സാക്ഷാത്തായിട്ടുള്ള ഭക്തിയോഗത്തെ ചേർത്തു. അങ്ങനെ സാത്വത സംഹിതകളെ വേണ്ട രീതിയിൽ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ചക്രേ ഉണ്ടാക്കി മാല. ആ മാലയാണ് ഈ ഭാഗവതം. 335 അധ്യായം, 18,000 ഗ്രന്ഥം, അല്ലെങ്കിൽ 14,500 ചില്ലാനം ശ്ലോകങ്ങൾ. അത് 12 സ്കന്ധങ്ങളിലായിട്ട് ഭഗവാനെ തന്നെ ഒരു രൂപം ആയിട്ട് കണക്കാക്കുമ്പോൾ 12 അവയവങ്ങളിലായിട്ട് വിന്യസിച്ചു. അതിനെ നമ്മളിങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ലീലകളെ ഓരോന്നോരോന്നായിട്ട് എത്ര ആയിരക്കണക്കിന് ലീലകൾ, ആയിരക്കണക്കിന് തത്വങ്ങൾ, അത് സ്തുതികളായിട്ട് ഉപദേശങ്ങളായിട്ടും ഒക്കെ നമുക്ക് കിട്ടും. അത് കിട്ടാറാവട്ടെ. അനർത്ഥോപശമം സാക്ഷാൽ ഭക്തിയോഗം അധോക്ഷജേ ലോകസ്യാജാനതോ വിദ്വാൻ ചക്രേ സാത്വത സംഹിതാം. ഇപ്പോൾ 5, 6, 2 ശ്ലോകങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. രണ്ടാമത്തെ ഭാഗമായിട്ട് 1-ാമത്തെ സ്കന്ധത്തിലെ 7-ാമത്തെ അധ്യായം 5, 6 ശ്ലോകം. നാരായണ നാരായണ നാരായണ.